നമസ്കാരം കരികളെ, കാന്താരിസിൻ ചാക്കോച്ചിയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇന്ന് നമ്മൾ പുറത്തിറക്കാൻ പോവാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ നാവിൻ രുചി കിട്ടാവുന്ന ഉപ്പും പുളിയും എരിവും എല്ലാം ചേർന്ന് നല്ല കിടലൊരു മീൻകറി ആവും അല്ലേ. നമുക്കൊന്ന് ആലപ്പുഴ സ്റ്റൈൽ ഒരു മീൻകറി. ആലപ്പുഴ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സ്റ്റൈലുകളുണ്ട്. എങ്കിലും ഇതൊരു വെറൈറ്റി പെട്ടെന്ന് റെഡിയാക്കാവുന്ന സിമ്പിളായിട്ട് ആർക്കും സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് റെഡിയാക്കി കഴിക്കാവുന്ന നല്ലൊരു സൂപ്പർ മീൻകറി. വാ, നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് പെട്ടെന്ന് റെഡിയാക്കി കഴിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. നിങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്യുന്നുണ്ടാവും, എന്നിട്ട് വേണം കമന്റ് ചെയ്യാൻ. കുക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടും. നല്ല സൂപ്പർ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാവരും ഇപ്പോൾ നമുക്ക് വന്ന് നമുക്ക് കുക്ക് ചെയ്യാം. നമ്മൾ എടുത്തിരിക്കുന്നത് അയിലയാണ്. പിന്നെ ഒരു ചെറിയ സവോളയുടെ കഷ്ണം, ചെറുത് പകുതി മതിയെ, അല്ലെങ്കിൽ ചെറുള്ളി ആയാലും കുഴപ്പമില്ല, 2 ചെറിയ ഉള്ളികൾ മതി. പിന്നെ നമുക്ക് ആവശ്യം തേങ്ങയാണ്, അരമുറി തേങ്ങ നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇഞ്ചി ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക് അത് നെടുകെ പൊളിച്ചതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മുളക് പൊടി കാശ്മീരിയാണ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എരിവിന് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ നല്ല മുളക് പൊടി എടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ, നിർബന്ധമില്ല അതിന്. പിന്നെ മല്ലിപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കാം. മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം. ഒരു മാങ്ങ, ഇത്തിരി പുളിയുള്ള മാങ്ങയായിരിക്കണം, അപ്പോൾ ഒരു മാങ്ങ എടുക്കാം. പിന്നെ നമുക്ക് ഈ ചെറുപുള്ളിയും മസാലകളും തേങ്ങയും നമ്മൾ മിക്സിയിൽ അരയ്ക്കണം. മിക്സിയിൽ അരച്ച് ഇതുപോലെ കിട്ടും. ഇതുപോലെ ആയി കഴിയുമ്പോൾ നമ്മളതൊരു ചട്ടിയിലേക്ക് പതുക്കെ നമ്മളൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് എണ്ണയൊന്നും ഒഴിക്കരുത്, ചട്ടിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം നമുക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് ഈ ഗ്രേവി ഇപ്പം നല്ല തിക്നെസ് ആയിട്ടിരിക്കില്ല, അപ്പം നമുക്ക് ഇത്തിരി ലൂസാക്കി എടുക്കണം. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കണേ. ഇതുപോലെ പതുക്കെ വെള്ളം ഒഴിച്ചെടുത്ത് പതുക്കെ ഒന്ന് ലൂസാക്കി എടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് നമ്മൾ 4 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തു. നമുക്കൊന്ന് പതുക്കെ തിളയ്ക്കണം കേട്ടോ. ഈ കറി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇടാൻ പറ്റുള്ളൂ. പതുക്കെ ഒന്ന് തിളയ്ക്കട്ടെ. ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പതുക്കെ ഒന്ന് തിളച്ച് വരണം ചെറുതായിട്ട്. ഇപ്പോൾ സൈഡൊക്കെ നമുക്ക് ഇത് വരുന്നുണ്ട്. നമുക്ക് ആ വേപ്പില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമുക്ക് മാങ്ങ ആഡ് ചെയ്തിടാം. മാങ്ങയും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കാം. ഇപ്പോൾ മാങ്ങ കിട്ടാത്ത സീസൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുടംപുളി ഇട്ടും ചെയ്യാം കേട്ടോ. പക്ഷേ മാങ്ങയാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത്, മാങ്ങയിലാണ്. ഈ മാങ്ങയിട്ട് പതുക്കെ ഒന്ന് തിളയ്ക്കണം. അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിപ്പോൾ ഏകദേശം തിളച്ച് കഴിയുമ്പോൾ മീനിടാറായിട്ടുണ്ട്. പെട്ടെന്ന് ആവുകയും ഈ കറി പെട്ടെന്ന് ആവണമെന്നാണ്. നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും, കുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. തിളച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മീൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, നമ്മൾ 3 അയില എടുത്തിരിക്കുന്ന 3 അയില നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും അയില മാത്രമല്ല, എല്ലാ മീൻ വെക്കാം. പക്ഷേ ഇതിന് മത്തിയും അതുപോലെ നമ്മുടെ അയിലയും വെക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. ഈ മാങ്ങയിട്ട് വയ്ക്കുമ്പോഴേ അതിനൊരു എന്താ പറയുക, പ്രത്യേക വൈബാണ്. ആ സാധനം കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, നല്ല മസാലയൊക്കെ പിടിക്കും. ആ മാങ്ങയുടെ പുളിയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരുപാട് കട്ടി വേണ്ട. അപ്പം നമ്മളെന്താ വെച്ചാൽ പതുക്കെ ഒന്ന് ലൂസാക്കി കൊടുക്കണം. അപ്പോൾ ഒരല്പം വെള്ളം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലും അത് നമുക്ക് കറക്റ്റ് ആവുള്ളൂ. ഒരല്പം വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പം നമ്മുടെ മീൻ കറി ഉണ്ടാകും. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേപ്പില കുറച്ചുകൊണ്ട് ഇട്ട് കൊടുത്തു. നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം എന്നല്ല, കറിയായി. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിഞ്ഞാൽ കറിയായി. ഇനി നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കുറച്ച്. നമ്മൾ കടുകൊന്നും പൊട്ടിക്കുന്നില്ല, പച്ച വെളിച്ചെണ്ണ ഇതിന് നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മൾ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിക്കഴിഞ്ഞ് നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ നമ്മുടെ ബെൽ ബട്ടണൊക്കെ അടിച്ചിട്ട് പൊട്ടിച്ചോട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന ആളോട് പറയണം, നല്ല അടിപൊളി ഫുഡാണ് നമ്മൾ ഇപ്പോഴും ചെയ്തു തരാം. നമ്മൾ ഫോളോ ചെയ്ത് നല്ല അടിപൊളി ഫുഡുകളായിരിക്കും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു തരാം. നല്ല കറിയായിരിക്കും. ഇത് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ.
എല്ലാവരോടും ഓക്കെ താങ്ക് യു വീഡിയോ കണ്ടു. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ പെട്ടെന്ന് വരും കേട്ടോ അഗരികളെ എല്ലാവരോടും ഓക്കെ താങ്ക് യു ബൈ.